പ്രൈസ് ദ ലോർഡ്. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് കടന്നു വരുമ്പോൾ അവൻ്റെ കയ്യിൽ അധ്യാപകർ ഒരു ലെറ്റർ കൊടുത്തു വിടുവാനിടയായി തീർന്നു. ഇത് നിൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്രകാരം ആ കത്തുമായി പ്രിയ മകൻ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ഹല്ലേലൂയ. ആ കത്ത് പ്രിയ മാതാവിൻ്റെ കയ്യിൽ കൊടുത്തു. മാതാവ് ഇത് വായിച്ചു നോക്കിയപ്പോൾ കത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഈ മരമണ്ടനായ കുഞ്ഞിനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ മാതാവ് കത്ത് വായിച്ചു. വളരെ വേദനയുണ്ടായി. എന്നാലും തൻ്റെ മകൻ ചോദിച്ചു, എന്താണ് അമ്മേ കത്തിൻ്റെ ഉള്ളടക്കം? അപ്രകാരം പറഞ്ഞു, കത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മോനെ, നീ മിടുക്കനായ ഒരു കുട്ടിയാണ്, നിന്നെ ഒരിക്കലും ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, അവർക്ക് അത്രമാത്രം ഉള്ള ആ സ്ഥാപനം അതിനൊക്കെ വളർന്നിട്ടില്ല എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ അവന് വലിയ സന്തോഷമായി. ഞാൻ ഇത്ര മിടുക്കനായ കുട്ടിയെന്ന് എൻ്റെ അധ്യാപകർ എന്നെക്കുറിച്ച് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അത് കേട്ട് അന്നേരം പറഞ്ഞു, മകനെ, നാളെ മുതൽ നമുക്ക് സ്കൂളിൽ പോകേണ്ട, ഇവിടെ ഇരുന്ന് പഠിക്കാം എന്ന് തീരുമാനിച്ചു. അപ്രകാരം അവിടെ വീട്ടിലിരുന്നു പ്രിയ മാതാവ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നന്നായി പഠിച്ചു. അന്നേരം മാതാവ് എപ്പോഴും വീട്ടിൽ കയറി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. യേശുവേ, കർത്താവേ, എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിന് ബുദ്ധിയില്ല, മരമണ്ണൻ എന്ന് ആ കുഞ്ഞിനെ വിശേഷിപ്പിച്ചവരാണ് അധ്യാപകർ. എന്നാൽ അവന് നല്ല ബുദ്ധി കൊടുക്കണം, അവന് നല്ല ജ്ഞാനം കൊടുക്കണം, പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അന്നേരം ഈ മാതാവിൻ്റെ ഉള്ളിൽ വലിയൊരു വിശ്വാസമുണ്ടായി. എന്താ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തനിക്ക് കുഞ്ഞിനെ തന്ന ദൈവമാണെങ്കിൽ ആ കുഞ്ഞിന് ബുദ്ധി കൊടുക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. വചനത്തിൽ ഇപ്രകാരം പറയുന്നു: അല്പബുദ്ധിയെ അവൻ ജ്ഞാനിയാക്കുന്നു, അല്പബുദ്ധിയെ അവൻ ജ്ഞാനിയാക്കുന്നു. ഇപ്രകാരം ആ വചനം വെച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് വേറൊരു ഭാഗത്ത് വചനത്തെ നമുക്ക് കാണാൻ കഴിയും. അപ്രകാരം ഈ വചനങ്ങളൊക്കെ വെച്ച് പ്രിയ മാതാവ് പ്രാർത്ഥിച്ചു. പിന്നത്തേതിൽ ആ മാതാവ് ഹല്ലേലൂയ കാണുവാനിടയായത് തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇതുവരെയും കാണാത്ത വലിയ അത്ഭുതകരമായ കണ്ടുപിടിക്കുവാൻ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഈ കുട്ടിയെ കൊണ്ട് പിന്നത്തേതിൽ ദൈവം ഇടയാക്കി. നാം ഇന്ന് കാണുന്ന വെളിച്ചം, അല്ലെങ്കിൽ അത് ലൈറ്റായി, അത് ഇലക്ട്രിക് ബൾബായി നമ്മുടെ മുമ്പിൽ എത്തിച്ചത് പ്രിയ തോമസ് ആൽവ എഡിസനാണ്. അങ്ങനെ 1600 പരം കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച ഈ ചെറുപ്പക്കാരനെ കുറിച്ച് അധ്യാപകർ പറഞ്ഞ മരമണ്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, ഈ മാതാവ് അത് അറിയിച്ചില്ല. പിന്നത്തേതിൽ വർഷങ്ങൾക്ക് ശേഷം മാതാവ് മരിച്ചു പോയപ്പോഴാണ് ആ കത്ത് കാണുവാൻ ഈ തോമസ് ആൽവ എഡിസന് കഴിഞ്ഞത്. അപ്പോൾ കരഞ്ഞുപോയി, വിങ്ങിപ്പൊട്ടിപ്പോയി. അപ്രകാരം തന്നെ മാതാവിൻ്റെ വിശേഷതയെക്കുറിച്ച് പറയുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, നമ്മളെക്കുറിച്ച് പലരും വിധി എഴുതിയിട്ടുണ്ടാകാം. ഇവരെ ഒന്നിനും കൊള്ളത്തില്ല, ഇവളെ ഒന്നിനും കൊള്ളത്തില്ല, ഇവളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ഇവനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് പറയാം. പക്ഷേ നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് അവനെ സ്കൂളിൽ പഠിപ്പിക്കാതിരുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, അവർ കാണുക ഇവനിലൂടെ ആ ലൈറ്റ് മാത്രമല്ല 1600 പരം കണ്ടുപിടുത്തങ്ങളുടെ ഒരു രാജാവായി തീരുവാൻ ദൈവം അവനെ